ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് SJVN. SJVN കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.64% ഇടിഞ്ഞ് 132 രൂപ 50 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 57.11. ഹരിയാന പവർ പർച്ചേസ് സെൻറ്റർ SJVNൽ നിന്നും 800 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി വാങ്ങാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഈ റിന്യൂവബിൾ എനർജി ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം കണക്റ്റഡ് പ്രോജക്റ്റ് വഴിയായിരിക്കും വാങ്ങുക. കിലോ വാട്ട് അവറിന് 4 രൂപ 45 പൈസ എന്ന നിരക്കിലായിരിക്കും ഇവിടെ SJVNൽ നിന്നും ഹരിയാന പവർ പർച്ചേസ് സെൻറ്റർ വൈദ്യുതി വാങ്ങുക. വരുന്ന 25 വർഷത്തേക്ക് വൈദ്യുതി നൽകുന്നതിനുള്ള ധാരണാപത്രത്തിലാണ് രണ്ട് കമ്പനികളും ഒപ്പുവച്ചിരിക്കുന്നത്. ഈ 800 മെഗാവാട്ട് എന്നുള്ളത് വരും വർഷങ്ങളിൽ ചിലപ്പോൾ 1500 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി സപ്ലൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റിലേക്ക് ഉയരുകയും ചെയ്യും. 25 വർഷത്തേക്കാണ് രണ്ട് കമ്പനികളും, അതായത് ഹരിയാന പവർ പർച്ചേസ് കോർപ്പറേഷനും SJVNും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഇതും ചിലപ്പോൾ 35 വർഷത്തിലേക്ക് എക്സ്റ്റെൻഡ് ആകാനും സാധ്യതയുണ്ട്. ലോങ് ടൈമിലേക്ക് SJVN ലഭിച്ചിരിക്കുന്ന ഒരു മികച്ച ഓർഡറാണ്. ഈ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാവുന്നതാണ്. SJVN എന്ന സ്റ്റോക്ക് 2024 അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. സ്റ്റോക്ക് 120 രൂപ എന്ന സപ്പോർട്ടിനും 180 രൂപ എന്ന റെസിസ്റ്റൻസിനും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് 182 രൂപ വരെ ഉയർന്നെങ്കിലും അവിടെ നിന്നും കറക്റ്റായി ഇപ്പോൾ 132 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. സപ്പോർട്ടിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ 125, 120 തുടങ്ങിയ ലെവലുകളിൽ SJVN എന്ന സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ്, യെസ് ബാങ്ക്, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, അദാനി ഗ്രീൻ, പേടിഎം, RVNL, IRFC തുടങ്ങിയ കമ്പനികൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലേക്ക് എൻട്രി ലഭിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നുള്ള നവോമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടാണ്. 2018 ശേഷം F&O ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഇപ്പോൾ റിവ്യൂ ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിലാണ് യെസ് ബാങ്ക്, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, അദാനി ഗ്രീൻ തുടങ്ങിയ കമ്പനികൾക്ക് F&O സെഗ്മെൻറ്റിലേക്ക് എൻട്രി ലഭിച്ചേക്കും എന്ന് നവോമയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ തന്നെ സൊമാറ്റോ, യെസ് ബാങ്ക്, ജിയോ ഫിനാൻഷ്യൽ, NHPC, അദാനി ഗ്രീൻ എനർജി, IRFC, വരുൺ ബിവറേജ്, യൂണിയൻ ബാങ്ക്, അദാനി ടോട്ടൽ ഗ്യാസ്, BSE ലിമിറ്റഡ്, അദാനി എനർജി തുടങ്ങിയ കമ്പനികൾക്കാണ് F&O സെഗ്മെൻറ്റിൽ എൻട്രി ലഭിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത്. എന്നാൽ എക്സിസ്റ്റിംഗ് കമ്പനികളായ, അതായത് F&O സെഗ്മെൻറ്റിൽ നിലനിൽക്കുന്ന കമ്പനികളായ അബോട്ട് ഇന്ത്യ, അതുൽ, ബൽറാംപൂർ ചീനി, ബാറ്റ, ബർജർ പെയിൻറ്റ്, മഹാനഗർ ഗ്യാസ്, ടോറൻറ്റ് ഫാർമ, ദീപക് നൈട്രേറ്റ്, ഗ്രാനുൾസ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ F&O സെഗ്മെൻറ്റിൽ നിന്നും പുറത്തു പോകാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് കോട്ടക് മഹീന്ദ്ര ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കോട്ടക് മഹീന്ദ്ര 0.63% ഇടിഞ്ഞ് 1742 ക്ലോസിംഗ് നൽകി. 2024 മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ബ്രോക്കേജ് അപ്ഗ്രേഡ് ചെയ്യുകയും അതുപോലെ തന്നെ വാങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കായി മാറിയിരിക്കുന്നു കോട്ടക് മഹീന്ദ്ര ബാങ്ക്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് വളരെ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ കമ്പനിയുടെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് കുറയുന്നതും അല്ലെങ്കിൽ NPA കുറയുന്നതുമാണ് പല ബ്രോക്കേജും സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്യാനും ബൈ എന്ന റേറ്റിംഗ് നൽകാനുമുള്ള കാരണം. 2024 ഏപ്രിൽ മാസത്തിൽ ഏകദേശം 23 ബ്രോക്കേജ് ഏജൻസികളായിരുന്നു കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ വാങ്ങാൻ നിർദ്ദേശിച്ചത്. അത് മെയ് മാസമായപ്പോൾ 28 ഏജൻസികളായി ഉയർന്നിട്ടുണ്ട്. 14ഓളം ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യാൻ നിർദ്ദേശിച്ചിടത്തിൽ നിന്നും ഇപ്പോൾ ഹോൾഡ് ചെയ്യാൻ നിർദ്ദേശിച്ച ബ്രോക്കേജ് ഏജൻസികളുടെ എണ്ണം 10ലേക്ക് എത്തുകയും സെൽ ചെയ്യാൻ നിർദ്ദേശിച്ച ബ്രോക്കേജ് ഏജൻസികളുടെ എണ്ണം 10ൽ നിന്നും 5ലേക്ക് എത്തുകയും ചെയ്തു. JP മോർഗൻ എന്ന ബ്രോക്കേജ് ഏജൻസി കോട്ടക് മഹീന്ദ്ര ബാങ്കിന് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് ചീപ്പ് വാല്യൂഷനിൽ ലഭിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ വാല്യൂഷനിൽ 10 മടങ്ങ് വർധനവ് വരാനുള്ള സാധ്യതയാണ് JP മോർഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ വരും സമയങ്ങളിൽ 16 മുതൽ 17% CAGR വളർച്ച കമ്പനി കാഴ്ചവെക്കാനും സാധ്യതയുണ്ട്. LKP സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് കോട്ടക് മഹീന്ദ്രയുടെ NPA, അതായത് നോൺ പെർഫോമിംഗ് അസറ്റിൽ വളരെ സബ്സ്റ്റൻഷ്യലായ ചേഞ്ച് വന്നു കഴിഞ്ഞു. ഗ്രോസ് NPA 1.78% നിന്നും 1.39% ഇടിയുകയും നെറ്റ് NPA 0.37% നിന്നും 0.34% ഇടിയുകയും ചെയ്തിട്ടുണ്ട്.
ഒന്ന്, ബാങ്ക് വളരെ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇടിയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ബാങ്കിന് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ലെവലിൽ ഇൻവെസ്റ്റേഴ്സിന് ലഭ്യമാകുന്നു എന്ന വിവരമാണ് ഈ ബ്രോക്കേജ് ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിംഗ് ചാനൽ വഴിയും ഓൺലൈൻ വഴിയും പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നതിനും ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഏകദേശം 300 മുതൽ 450 കോടി രൂപയുടെ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് സമ്മതിച്ചതിനെ തുടർന്നാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന സ്റ്റോക്കിൽ വളരെ വലിയ ഇടിവ് വന്നത്. BOB ക്യാപിറ്റൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഓവറാൾ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ മികച്ചതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിൽ മ്യൂച്വൽ ഫണ്ട് വളരെ വലിയ ബൈയിങ് നടത്തുന്നു എന്നുള്ള അപ്ഡേറ്റാണ്. ഏപ്രിൽ മാസത്തിൽ ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ട് HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ ലാർജ് ബാങ്കുകളിൽ നടത്തിയത്. ഇതിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഏകദേശം 7,884 കോടി രൂപയുടെ നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ട് നടത്തിയത്. 4.65 കോടി ഷെയറുകളാണ് വിവിധ മ്യൂച്വൽ ഫണ്ട് ഏജൻസികൾ വാങ്ങിയത്. HDFC ബാങ്കിൽ 1,859 കോടി രൂപയുടെ നിക്ഷേപം വിവിധ മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം SBIയിൽ മ്യൂച്വൽ ഫണ്ടുകൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതായിട്ട് കാണുന്നു. ബജാജ് ഫിനാൻസിലും ജിയോ ഫിനാൻസിലും മ്യൂച്വൽ ഫണ്ടുകൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതായിട്ട് കാണുന്നു. വളരെ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. 2021 ശേഷം സ്റ്റോക്കിന് 2000 എന്ന ലെവൽ മറികടക്കാൻ സാധിച്ചിട്ടില്ല. 2050 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി തുടരുകയായിരുന്നു. മുമ്പ് കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 1,750 രൂപയുടെ സപ്പോർട്ടും 2,050 രൂപയുടെ റെസിസ്റ്റൻസുമായിരുന്നു. എന്നാൽ ഏപ്രിൽ മാസത്തിൽ RBIയുടെ വിലക്ക് വന്നതിന് ശേഷം 1,750 രൂപയുടെ സപ്പോർട്ട് നഷ്ടപ്പെടുകയും സപ്പോർട്ട് 1,550 എത്തുകയും ചെയ്തു. സ്റ്റോക്ക് ഇപ്പോൾ 1,750 എന്ന ലെവലിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റാഗേർഡ് മാനറിൽ വളരെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യമുള്ളവർക്ക്, അതായത് സേഫായി വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യമുള്ളവർക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്